ഹലോ ഗൈസ്, സൈലന്റ് എഫ്സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് സീസൺ തുടങ്ങാൻ പോവുകയാണ്. സോ നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് മാൻ യുണൈറ്റഡിൻ്റെ ഈ സീസണിലെ സാധ്യതകളെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസൺ മാൻ യുണൈറ്റഡ് എറിക് ടെൻ ഹാഗിന് കീഴിൽ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലീഗ് സ്റ്റാൻഡിങ്സിൽ അവർ 8th ഫിനിഷ് ചെയ്തത്. അതും വെറും 60 പോയിന്റ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. ഇനി ഗോൾ ഡിഫറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ -1 ആയിരുന്നു അവരുടെ വേരിയേഷൻ. സോ അതിൽ നിന്ന് തന്നെ എന്തോരം ബുദ്ധിമുട്ടിയൊരു സീസണാണ് കഴിഞ്ഞ സീസൺ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി ചാമ്പ്യൻസ് ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ അവർ പുറത്താവുകയായിരുന്നു. സീസൺ കഴിയാറാകുമ്പോഴേക്കും എറിക് ടെൻ ഹാഗിനെ പുതിയ ഓണേഴ്സായി ഇനിയൂസ് സാക്ക് ചെയ്യും എന്നുള്ളത് വലിയ ശക്തമായ റൂമറായിരുന്നു. പക്ഷേ സീസണിൻ്റെ പര്യവസാനം ഒരു FA കപ്പ് വിക്ടറി ആയിരിക്കാം എറിക് ടെൻ ഹാഗിൻ്റെ ജോബ് സേവ് ചെയ്യാനുള്ള കാരണം. ഈ സീസണിലേക്ക് വരുമ്പോൾ ക്ലബ്ബ് കുറച്ച് നല്ല സൈനിങ്സ് നടത്തിയിട്ടുണ്ട്. നെതർലാൻഡ്സ് സ്ട്രൈക്കറായ ജോഷുവ സ്ട്രൈക്സിനെ ടീമിലെത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് ക്ലബ്ബായ ലിവിയിൽ നിന്നും ലെനി യോറോയെ ക്ലബിലേക്ക് വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സെൻറ്റർ ബാക്കാണ്. ഓഗസ്റ്റിൽ ഒരു ഡബിൾ സൈനിങ് ആണ് നടത്തിയത്. അതും ബയൺ മ്യൂണിച്ചിൽ നിന്ന് സെൻറ്റർ ബാക്കായ മാത്യൂസ് ഡിലൈറ്റും അതേപോലെ തന്നെ റൈറ്റ് ബാക്കായ മസ്റോയെയും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ രണ്ട് പ്ലേയേഴ്സും എറിക് ടെൻ ഹാഗിൻ്റെ കൂടെ അയാക്സ് ടീമിലുണ്ടായിരുന്നതാണ് ഇതിനു മുമ്പ്. മാൻ യുണൈറ്റഡിൽ എറിക് ടെൻ ഹാഗ് ഫോളോ ചെയ്യുന്ന ഒരു 4-2-3-1 ഫോർമേഷനാണ്. സോ അറ്റാക്കിംഗ് വിങ്ങേഴ്സിന് അത്യാവശ്യം പ്രോമിനൻറ്റ് റോളാണ് ഈ സിസ്റ്റത്തിലുള്ളത്. സോ കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനങ്ങൾക്ക് ശേഷം റാഷ്ഫോർഡ്, ആൻ്റണി എന്നീ പ്ലേയേഴ്സിൽ നിന്നെല്ലാം നല്ലൊരു സീസൺ തന്നെ യുണൈറ്റഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെയാണ് ക്ലബിൻ്റെ മെയിൻ ഗോൾ കീപ്പറായ ഒനാനയിൽ നിന്നും ഒരു കംബാക്ക് സീസണാണ് ഒനാനയ്ക്ക് ഇത് ശരിക്കും ആവേണ്ടത്. കഴിഞ്ഞ സീസണിൽ നോക്കിയാൽ ചാമ്പ്യൻസ് ലീഗ് പെർഫോമൻസസിന് ഒരുപാട് പഴി കേട്ടൊരു താരമാണ് ഒനാന. അതുപോലെ തന്നെ ഇപ്പോൾ റാഷ്ഫോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കമ്മ്യൂണിറ്റി ഷീൽഡിൽ വരെ ഒരുപാട് ചാൻസുകൾ അദ്ദേഹം മിസ് ചെയ്തിരുന്നു. സോ കളി നേരത്തെ ജയിച്ച് പോകാൻ വരുന്ന സിറ്റുവേഷനിൽ നിന്നുകൂടി അത് അവസാനം പെനാൽറ്റിയിലെത്തി യുണൈറ്റഡ് തോൽക്കുകയാണ് ചെയ്യുന്നത് സിറ്റിയോട്. സോ റാഷ്ഫോർഡിന് ഇനിയുള്ള പെർഫോമൻസുകൾ വളരെ ക്രൂഷ്യലാണ് ക്ലബിലെ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ. ഇനി ക്ലബ് ക്യാപ്റ്റനായ ബ്രൂണോ ഫെർണാണ്ടസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലബിൻ്റെ സ്ഥിരം വർക്ക് ഹോഴ്സാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് ഈ സീസണിലും വേറെ കുറഞ്ഞൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സെയിം വർക്ക് ലോഡ് തന്നെ അദ്ദേഹത്തിനുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ യങ് പ്ലേയേഴ്സിൽ ഇത്തവണ ക്ലബ് കുറച്ചും കൂടി കൂടുതൽ ആശ്രയിക്കുന്നുണ്ട്. ഗർനാച്ചോ, അമദ് ഡയലോ, കോബി മാനോ അങ്ങനെയുള്ള പ്ലേയേഴ്സിന് കൂടുതൽ റോൾസ് ഇത്തവണ സിസ്റ്റത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ സീസണെ പോലെ തന്നെ ഇത്തവണയും ഇഞ്ചുറി ക്രൈസിസ് ടീമിനെ ബാധിക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. കാരണം ക്ലബിൻ്റെ മെയിൻ സ്ട്രൈക്കറായ റാസ്മൺ ഹോളണ്ട് ഇഞ്ചേർഡ് ആണ്. ഇപ്പോൾ ലെഫ്റ്റ് ബാക്കായ ലൂക്ക് ഷോ ഇഞ്ചേർഡ് ആണ്. പുതിയ സൈനിങ്ങായ ലെനിയോ പ്രീ സീസൺ സമയത്ത് ഇഞ്ചേർഡായി. സോ കഴിഞ്ഞ തവണത്തെ പോലെ ഇഞ്ചുറീസിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഈ സീസണിൽ ഉണ്ടാകും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇനി ടീമിൻ്റെ മിഡ്ഫീൽഡിലേക്ക് പുതിയ റീഎൻഫോഴ്സ്മെൻറ്റ് ഇനിയും വരും എന്നാണ് റൂമേഴ്സ്. സോ ട്രാൻസ്ഫർ വിൻഡോ ഇതുവരെ അവസാനിച്ചിട്ടില്ല. സോ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നവരെ ഇറ്റ്സ് എൻ ഓപ്പൺ റേസ്. ഇനി ഈ സീസണിലേക്ക് വരുമ്പോൾ മാൻ യുണൈറ്റഡിൻ്റെ സക്സസ് സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ടോപ്പ് 4 ഫിനിഷ് പ്ലസ് ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് കപ്പ് വിക്ടറി എന്നുള്ളതാണ്. എന്തായാലും ടൈറ്റിൽ ചലഞ്ചേഴ്സായിട്ടൊന്നും മാൻ യുണൈറ്റഡ് ഈ സീസണിൽ ആരും കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഈ സീസൺ മിസ് ചെയ്യും. യൂറോപ്പ ലീഗിലായിരിക്കും ക്ലബ്ബ് കളിക്കുക. സോ അടുത്ത സീസണിലെങ്കിലും ചാമ്പ്യൻസ് ലീഗിലേക്ക് ഒരു തിരിച്ചുവരവ് ഇങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് സ്പോർട്ടിംഗ് എൻറ്റിറ്റിയായ മാൻ യുണൈറ്റഡിന് അനിവാര്യമാണ്. അതേപോലെ തന്നെ യൂറോപ്പ ലീഗിലും ക്ലബിന് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു റീബിൽഡിംഗ് ഫേസ് ഇപ്പോഴും കഴിയാത്തൊരു ക്ലബിന് ചാമ്പ്യൻസ് ലീഗിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് യൂറോപ്പ ലീഗ് എന്നുള്ള സാഹചര്യം. സോ ഈ സീസൺ ടോപ്പ് 4 ഫിനിഷ് പ്ലസ് ഏതെങ്കിലും ഡൊമസ്റ്റിക് ട്രോഫി, അതല്ല ഒരു യൂറോപ്യൻ ലീഗ് വിക്ടറി ആണെങ്കിൽ കൂടി അതും ഒരു സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും ടീമിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച്. പ്രതീക്ഷയുടെ അമിതഭാരമൊന്നും ഇല്ലാതെയാണ് മാൻ യുണൈറ്റഡ് ഈ സീസണിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ കോച്ചായ എറിക് ടെൻ ഹാഗിനും മറ്റ് ചില പ്രോമിനൻറ്റ് പ്ലേയേഴ്സിനും ഈ സീസൺ വളരെ ക്രൂഷ്യലാണ് ക്ലബിലെ നിലനിൽപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ. സോ മാൻ യുണൈറ്റഡ് ഈ പ്രീമിയർ ലീഗ് സീസൺ ഏത് പൊസിഷനിലായിരിക്കും ഫിനിഷ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ബോൾഡ് പ്രഡിക്ഷൻസ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതേപോലത്തെ ഫുട്ബോൾ കണ്ടന്റ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ ദ ചാനൽ. ആൻഡ് അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങളുടെ ഫുട്ബോൾ ഫ്രട്ടേണിറ്റീസ്, ഫുട്ബോൾ ഗ്രൂപ്പ്സ്, ഫുട്ബോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ ചാനലിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ കഴിയും. ആൻഡ് ഫൈനലി thank you for watching this video and have a nice day.